ഇപ്പോൾ 2 ഘട്ടം. ആദ്യഘട്ടം തെക്ക് നിന്നും മധ്യകേരളം വരെയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം. രണ്ടാം ഘട്ടം മലബാറിലേക്ക് നീങ്ങുന്നു. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. ഈ 2 ഘട്ട തെരഞ്ഞെടുപ്പാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നു മുതൽ പെരുമാറ്റച്ചട്ടം നടപ്പിലായി കഴിഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാണ് കർശനമായ നിർദ്ദേശങ്ങളായി ഇപ്പോൾ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്? സ്മൃതി, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് നേരത്തെ പറഞ്ഞ തീയതികൾക്കപ്പുറമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്തവണ പോളിംഗ് സാധാരണഗതിയിൽ ഉദ്യോഗസ്ഥർക്കപ്പുറം മാധ്യമപ്രവർത്തകർക്കും ഒപ്പം പ്രായം ചെന്ന ആളുകൾക്കും പോസ്റ്റൽ വോട്ട് ചെയ്യാനുള്ള അനുമതി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായിരുന്നു. ഇത്തവണ അതുണ്ടാവില്ല. അതായത് പ്രായം ചെന്ന ആളുകളും പോളിംഗ് സ്റ്റേഷനിലെത്തി വോട്ട് ചെയ്യണം എന്ന കാര്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊന്ന്, ഏത് ദിവസമാണ് പുതിയ ഭരണസമിതി അധികാരത്തിൽ കയറേണ്ടത് എന്ന് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഒരു ഓർഡർ പുറത്തിറക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് 18-ാം തീയതി കൂടി ഡിസംബർ 18 കൂടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാകും. അങ്ങനെയാണെങ്കിൽ 19, 20 തീയതികളിലായിരിക്കും പുതിയ ഭരണസമിതി അധികാരം മേൽക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് സർക്കാർ ഉത്തരവായി പുറത്തിറങ്ങും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നത്തെ ദിവസം കൂടി കൂട്ടുമ്പോൾ 29 ദിവസമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള സമയം. ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അത് വലിയൊരു കാലയളവാണ്. ഏതാണ്ട് ഒരു മാസം 29 ദിവസം ആദ്യഘട്ടത്തിൽ പോളിംഗ് നടത്തുന്ന ജില്ലകൾക്കും 31 ദിവസം രണ്ടാമത്തെ ഘട്ടത്തിൽ പോളിംഗ് നടത്തുന്ന ജില്ലകൾക്കും ലഭിക്കും എന്നതാണ്. ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം നോക്കിയാൽ ഇതുവരെ 2020 ഒഴികെയുള്ള എല്ലാ തിരഞ്ഞെടുപ്പിലും 2 ഘട്ടമായിട്ടായിരുന്നു പോളിംഗ് ഉണ്ടായിരുന്നത്. 2020 കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 3 ഘട്ടമായി അത് മാറുന്ന കാഴ്ചയും കണ്ടു. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പുണ്ട് റഹീസ്. പക്ഷേ മട്ടന്നൂരിലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ബാധകമാണ് അല്ലേ? അങ്ങനെയാണ്. മട്ടന്നൂർ ഒഴികെയുള്ള 1199 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. എങ്കിൽ പോലും ആ സ്ഥാപനങ്ങൾക്കൊപ്പം മട്ടന്നൂർ കൂടി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഭാഗമായി വരും. കാരണം അതിൻ്റെ മട്ടന്നൂർ നഗരസഭയുടെ സറൗണ്ടിങ്ങുള്ള മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങളോ മറ്റോ നടക്കുന്നത് തൊട്ടടുത്ത വാർഡുകളിലും ആ ജില്ലകളിലും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ മുമ്പുണ്ടായിരുന്നത് പോലെ തന്നെ മട്ടന്നൂരിനെയും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഭാഗമായി ഇരുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലേക്ക് വന്നാൽ 14-ാം തീയതി മുതൽ നോമിനേഷൻ കൊടുക്കാം. 14 to 21 വരെയാണ് നോമിനേഷൻ കൊടുക്കാനുള്ള തീയതിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 22-ാം തീയതി നാമനിർദ്ദേശ പത്രികയുടെ പരിശോധന സ്ക്രൂട്ടണി നടക്കും. 24-ാം തീയതിയാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള ഡേറ്റ്. അതായത് 24ഓടുകൂടി ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് മത്സരിക്കുന്നതെന്ന് തീരുമാനിക്കുന്ന അത് ഫൈനലാകുന്ന ഡേറ്റ് ഈ മാസം 24-ാം തീയതിയാണ്. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ഈ 5 തെക്കൻ കേരളവും മധ്യ കേരളവും ഉൾപ്പെടുന്ന 5 ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ. അത് 9-ാം തീയതി ഡിസംബർ 9-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. 2 ദിവസത്തെ ഗ്യാപ്പിന് തുടങ്ങി അടുത്ത തെരഞ്ഞെടുപ്പ്. അതായത് തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ 6 ജില്ലകളിൽ 11-ാം തീയതി 2 ദിവസത്തെ ഗ്യാപ്പാണുള്ളത്. ഫലപ്രഖ്യാപനത്തിനും പിന്നീട് 2 ദിവസത്തെ ഗ്യാപ്പ് തന്നെയാണുള്ളത്. 11-ാം തീയതിയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഡിസംബർ 13-നാണ് ഫലപ്രഖ്യാപനം നടത്തുക. 18-ഓടുകൂടി മറ്റ് നടപടിക്രമങ്ങൾ വിജയിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഇന്നു മുതൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുന്നു.